അങ്ങനെ ഓണം അങ്ങോട്ട് ശരിക്കും വന്നല്ലേ? ഓണം അങ്ങോട്ട് ഹാപ്പിയായി. ഹാപ്പിയായി. അതെ. താങ്കൾ തനിയെ വഴിവെട്ടി വന്ന ഒരാളുടെ സിനിമയുടെ പല ക്യാപ്ഷൻസും, ഈ റിവ്യൂവിന്റെ പല ക്യാപ്ഷൻസും ഞാൻ വായിക്കാം. നിവിൻ പോളി ലീഡ്സ് എ സ്വീറ്റ് നോൺ ക്രീപ്പി ഏജ് ഗ്യാപ്പ് റോം കോം. പിന്നെ മനോരമ ഓൺലൈൻ പറഞ്ഞാണ് നിവിൻ പോളി മമിത പൂക്കി ഗിരീഷ് തൂക്കി. ഓക്കെ, ക്യൂവിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ വിൻ ഓണം, OWN, അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ സിനിമ നമ്മളെല്ലാവരും കഥ കേൾക്കുമ്പോൾ തന്നെ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇതിനൊരു ഹിറ്റാവാനുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ളത്. ഷുവർ ഫയർ ഇത്രയും ആൾക്കാർക്ക് മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇതാണ് ഈ സിനിമയുടെ ഈ മാജിക് എല്ലാവരും വിളിക്കുന്നത്. ഇതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല സംഭവിക്കാം. ചിലപ്പോൾ പ്രേക്ഷകർ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം നമുക്ക് തിരിച്ചു തരും. ഈ സിനിമ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഈ തിയേറ്ററിലുള്ള ഈ ആരവം ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റഡ് അല്ല. നല്ല സിനിമയായിരിക്കും, പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് നല്ല സിനിമയാണ്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കുന്നതിനേക്കാൾ ഉപരി നമുക്കൊന്നും ഇതിൻ്റെ അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കി പ്രേക്ഷകരുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമ്മൾ അത്ര സ്നേഹിക്കും. നമ്മൾ അവർക്കുള്ള സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ബാക്കി അവർ തീരുമാനിക്കട്ടെ എന്തോരം സ്നേഹിക്കണം എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കണം. സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഊബർ കാറിലാണ്. ആ ഡ്രൈവർ ഗോപകുമാരൻ എന്നോട് ചോദിച്ചു, ഇപ്പം ഇന്ന് ആരെ ഇന്റർവ്യൂ പോണേ? ഞാൻ നിവിൻ പോളിനാണ്. ഞാൻ വെറുതെ ചോദിച്ചു, ഇപ്പം നിവിൻ പോളി താങ്കളുടെ മുമ്പിലുണ്ടെങ്കിൽ താങ്കൾ എന്താ ചെയ്യുക, എന്ത് ചോദ്യം ചോദിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാൻ, ഞാൻ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കും. ആ സ്നേഹം ഉണ്ടല്ലോ. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരയ്ക്കും നിവിൻ പോളിയുടെ ഒരു ഫാൻസ് ഉണ്ട്. ഇതിങ്ങനെ എല്ലാ ജനറേഷനെയും ഇങ്ങനെ എല്ലാവർക്കും ഈ ചിരി സമ്മാനിക്കുന്ന നിവിൻ പോളി. അതെന്താ, ഐ നോട്ട് എ സീക്രട്ട് ഐ ആം ആസ്കിങ്. പക്ഷെ അതെങ്ങനെയായിരുന്നു, അത് എപ്പോഴും അനലൈസ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം കിട്ടും. അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന പ്രേക്ഷകർ ഇഷ്ടം കിട്ടാനാണ് പാട്. ഇതൊന്നും ഡിസൈൻഡ് അല്ലല്ലോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ് തുടക്ക സമയങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു 10 years എന്ന് പറഞ്ഞാൽ. പിന്നെ അത് സേഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലുമായിരുന്നു. അവർ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എൻഡ് ഓഫ് ദി ഡേ ആ സിനിമ എല്ലാം ശരിയാക്കി വരുമ്പോൾ പ്രേക്ഷകർ കണക്ട് ചെയ്യുന്ന സിനിമയായി മാറണം. അപ്പോൾ സേഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ആണെന്ന് തോന്നുന്നു. ഈ ഒരു എപ്പോഴും നമുക്കൊരു സ്നേഹം കിട്ടുന്നതിന്റെ റീസൺ അതാണ്. ഈ ഒരു ആദ്യകാലങ്ങളിൽ ഇപ്പൊ ഒരു ജനറേഷനെ മുഴുവനും കറുത്ത കരയുള്ള മുണ്ടും കറുത്ത ഷർട്ട് പിടിപ്പിച്ച് പ്രേമത്തിൽ താങ്കൾ വികാരതിനൊക്കെ ആൾക്കാരെ. പിന്നെ വന്നു ഉമേഷ് എന്ന ക്യാരക്ടർ വിത്ത് ജോലി പഠിപ്പ് കഴിഞ്ഞു, പിന്നെ ജോലി കിട്ടാനുള്ള ചാൻസുകൾ നടക്കുന്നു. അതിനുശേഷം ഇപ്പൊ കാണുമ്പോൾ എന്താ വെച്ചാൽ പോലീസ് വന്ന് ചെയ്തിരുന്നെങ്കിലും കുറച്ചുകൂടി പ്രായമായി, കല്യാണം കഴിച്ചിട്ടില്ല, എന്നാൽ ലോകത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന ഒരു, അപ്പൊ അങ്ങനെ ഒരു ബോയ്ഹുഡ് എന്ന് മാറി ഒരു മാൻ ക്യാരക്ടേഴ്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു ട്രാൻസിഷൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്തു പോണതാണ് ശരി. അല്ല നമ്മളിപ്പോഴും ചെറുപ്പമാണ്, 20 വയസ്സാണ് 18 വയസ്സാന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. റിയാലിറ്റി എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ കൂടി മനസ്സിലാക്കുക. എന്നാൽ അത് ഇപ്പൊ ഒരു റോംകോം വന്നു, എന്നാൽ ശരി കോളേജിൽ പോയി ഇരിക്കാം എന്ന് ചിന്തിക്കരുത്. അത് എനിക്കിപ്പോൾ എൻ്റെ പ്രായത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. അത് മോശമാവാതെ ചെയ്യണമെന്നുമുണ്ട്. നമ്മളൊരു 20s ഡെലിവറി ചെയ്യുന്ന ഒരു റോംകോം സിനിമ ഇപ്പോൾ ഡെലിവറി ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള തോട്ടെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ക്ലീൻ ആയിട്ട് പ്രസന്റ് ചെയ്താൽ ഓക്കെയാണ്. ഇപ്പൊ മനസ്സിലായി ഈ ചിരി, ഇതാണ് മലയാളിക്ക് ഇഷ്ടമുള്ള ചിരി. അതന്നെ, അതെ. എവിടെയോ ഞാൻ ഇന്നലെ വായിച്ചു, അതായത് നിവിൻ പോളി ചിരിച്ചാൽ ഞങ്ങൾ എല്ലാവരും ചിരിച്ചു, ഹാപ്പിയാണ്. അതെ. ഇപ്പൊ ഈ BKU മുഴുവൻ പറയല്ലേ, ബത്ലഹേം കുടുംബ യൂണിറ്റ്. BKUലെ ജസ്റ്റ് എന്നുള്ള ക്യാരക്ടർ ലോകം ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ പോയ ആളൊന്നല്ല, പക്ഷെ ചെറിയ എന്താ പറയാ, ലോകത്തിൽ ചെറിയ സ്പേസ് വേണം എന്നാണ്. ഈ ജസ്റ്റിനെ മനസ്സിലേക്ക് എടുക്കുമ്പോഴേ ഗിരീഷ് ഷെഡി പറഞ്ഞു വന്ന എന്തെങ്കിലും വൺ ലൈനേഴ്സ് ഉണ്ടോ ക്യാരക്ടറിനെ കുറിച്ച്? എന്തൊക്കെ നമ്മൾ ചെയ്യണം? എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആള് ഭയങ്കര സൈലന്റ് ആണ്, അങ്ങനെ അധികം സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡയറക്ടറാണ്. പേഴ്സണാലിറ്റി അങ്ങനെയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുക ആൾക്കാരെ. അപ്പോൾ അവന്റെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ അവന്റെ നാട്ടിൽ അവന്റെ ഫ്രണ്ട്സിന്റെ ചേട്ടന്മാർ ചാലക്കുടി കറുകൂറ്റി ബെൽറ്റാണ്, അങ്കമാലി ഏരിയയിലാണ്. അപ്പോൾ ഇവൻ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിലുണ്ടാവും. എപ്പോഴെങ്കിലും ഇങ്ങനെ ഓരോന്നിട്ട് എടുത്തിടും. അപ്പോൾ ജസ്റ്റിനും അവന്റെ നാട്ടിൻപുറത്ത് അവൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാട് കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ അവനുണ്ട്, അവന്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരുപാട് ജസ്റ്റിൻ ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ പള്ളിയുടെ വകയിൽ ഇതുപോലെ കുറേ ചേട്ടന്മാരുണ്ട്. നമ്മുടെ പള്ളിയിൽ CLC ആക്ടിവിറ്റി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പള്ളിയിൽ എന്ത് പ്രോഗ്രാം വന്നാലും അവിടുത്തെ എന്താണ് പറയുക, ഗാനമേള പരിപാടി അല്ലെങ്കിൽ
ഒരുപാട് പേരുണ്ട് നമ്മുടെ പള്ളിയിലെ ചേട്ടന്മാരുടെ പൂരമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ തൊട്ടടുത്ത്, ആലുവ മാർക്കറ്റ് തുടങ്ങുന്നത് എൻ്റെ വീട്ടിൻ്റെ അവിടെ, മാർക്കറ്റ് അവസാനിക്കുന്നത് നമ്മുടെ വീട് തുടങ്ങുന്ന ഒരുമിച്ചാണ്. അപ്പൊ ഈ വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഈ കടകളൊക്കെ അടയ്ക്കും, ഷട്ടറൊക്കെ ഇടും, അവിടെ ഒരു വരാന്ത ഉണ്ടാവും. ഈ വരാന്തയിൽ ഈവനിങ് ഒരു 7 മണിക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചേട്ടന്മാർ പല ഏജിൽ പല പല തിണ്ണലിരിപ്പുണ്ടാവും. അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ടാവും, ചെറിയ പാർട്ടി ഉണ്ടാവും, പരിപാടി ഉണ്ടാവും. അവരുടെ നമ്മൾ ചായക്കടയിൽ പ്രായമുള്ളവർ ഇരിക്കുന്നത് പോലെ തന്നെ ഈ വരാന്തയിലാണ് ഈ ചേട്ടന്മാരിരിക്കുക. അപ്പം നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരുകൾ നമ്മളിരിക്കും, ചേട്ടന്മാരിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും, അവിടെ ചിലപ്പോൾ അടി കിടക്കും പോയി പിടിച്ചു പറ്റും. ഈ വേൾഡ് ഞാനൊരു എന്താണ് പറയുക, എൻ്റെ ഒരു +2 സമയം വരെയൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആണ് എനിക്ക്. ജസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്വപ്നങ്ങളും ഉള്ള ആളൊന്നുമല്ല ജസ്റ്റിൻ. സന്തോഷവും സമാധാനവും മതി എന്ന് ആഗ്രഹിക്കുന്ന വളരെ ചെറിയ ലൈഫിൽ ഒരു കേറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തുന്ന ചെറിയ കൂട്ടുകാരുണ്ട്. ഈവനിങ് അവർ ഒന്ന് ഒരുമിച്ച് കൂടും, വൈകുന്നേരം വീട്ടിലൊന്ന് കിടക്കുക, അച്ഛനമ്മ, സ്മോൾ വേൾഡ് ഹാപ്പി വേൾഡ് എന്ന് ചിന്തിക്കുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അതായത് ബിഗ്ഗസ്റ്റ് വെൽത്ത് എന്ന് ഇപ്പം മുമ്പൊക്കെ ഞാൻ ആലോചിച്ചു ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതാണോ ഹാപ്പിനെസ് എന്ന് ചിന്തിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നു സന്തോഷവും സമാധാനത്തിനേക്കാളും വലിയ വെൽത്തൊന്നും ലോകത്തില്ല. പൈസ കൊണ്ട് അതൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വെൽത്ത്. സമാധാനമായിട്ട് നമുക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇല്ല. ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഒരു കുറച്ച് നാളായിട്ട് അങ്ങനെ ഒരു സ്പേസിലാണ്. പൈസ ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും, പക്ഷെ അത് ലിമിറ്റ് വെച്ച് മതി. ജസ്റ്റിന് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഹാപ്പി ആയിരുന്നാൽ മതി, വേറെ വലിയ പരിപാടികളൊന്നും വേണ്ട. എൻ്റെ വേൾഡിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്ന ഒരു ആ സിനിമയിൽ ഇപ്പൊ ഗിരീഷിന്റെ ഒരു പ്രധാനം വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഡ്രാമ കണ്ടെത്തുന്നത് ഓർഡിനറി ആൾക്കാരുടെ ഓർഡിനറി കാര്യങ്ങളിലാണ് ഡ്രാമ വരിക. അപ്പൊ അതിൽ നിന്നും നിവിൻ പോളിക്ക് ജസ്റ്റിന്റെ ക്യാരക്ടർക്ക് എത്തുമ്പോൾ എന്തെങ്കിലും അൺലേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, യൂഷ്വലി ഞാൻ എങ്ങനെയാന്ന് ഒരു സിനിമ തുടങ്ങുമ്പോൾ എന്തായാലും 4-5 ദിവസം എടുക്കും അവിടെ നിന്ന് സെറ്റാക്കാൻ പരിപാടിയെല്ലാം. ഡയറക്ടറെ മനസ്സിലാക്കണം, ഡയറക്ടറിന്റെ മനസ്സിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒന്ന് സിങ്കായി പോയാലാണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. ഒരു 4-5 ദിവസം എടുക്കും ഒന്ന് സെറ്റ് ആവാൻ. അപ്പം വൺ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ മീറ്റർ കിട്ടും, ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഇഷ്ടം, ഇതാണ് പരിപാടി. അത് ചില സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ഇതെന്താ ഇതിങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്, ജസ്റ്റിന് എന്തിനാ അങ്ങനെ പെരുമാറണം എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊരു സംസാരിക്കില്ല. അപ്പൊ ഒരുപാട് സംസാരിക്കുമ്പോൾ നമുക്കൊരു അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളൊരു പോയിന്റിൽ എത്തും എപ്പോഴും. അങ്ങനെയാണ് അത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്പൺനെസ് നമ്മൾ ഇവർക്കും കൊടുക്കണം. നമ്മൾ ഡയറക്ടേഴ്സിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇയാളോട് പോയി സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് ടെൻഷൻ അടിപ്പിച്ചാൽ പിന്നെ കഴിഞ്ഞു പോകും. അപ്പോൾ ഞാനതും ശ്രദ്ധിക്കാറുണ്ട്. ഗിരീഷോട് ഫസ്റ്റ് ഡേ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് ഒന്ന് സംസാരിക്കാം, എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും വന്ന് പറഞ്ഞോളൂ, ഞാൻ എത്ര പ്രാവശ്യം ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് മനസ്സിലാക്കണം എന്നുണ്ട്, മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഞാനും ഹാപ്പി ആവുക. പക്ഷെ ഗിരീഷ് ഓപ്പൺ ആയിരുന്നു ഭയങ്കര. അപ്പൊ അധികം സെറ്റ് ആവാൻ പറയുമ്പോൾ മമിത, നിങ്ങളുടെ ഈ ഒരു ഏജിൽ ഗ്യാപ്പിൽ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് ജഡ്ജ്മെന്റൽ ആവാൻ, ഈ സിനിമയിലും അങ്ങനെ ജഡ്ജ്മെന്റ് ആവാൻ നിങ്ങൾ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു കോൺവെർസേഷനിലേക്ക് താങ്കളുടെ മനസ്സ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ മമിത എന്ന ഒരാൾ ഇതിൽ വരുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരും സ്പേസ് എങ്ങനെയായിരുന്നു? ഭയങ്കര സംഭവമായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നിങ്ങളുടെ ഒരു താങ്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിലൊരു ഒരുപാട് നാണമൊക്കെ കൃത്യമായി അപ്പോ മമിതയായിട്ടില്ലേ ആദ്യമായിട്ടല്ല ബോസ് ആൻഡ് കോൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എങ്ങനെയായിരുന്നു? ഇതേ സീറ്റിൽ ഞാൻ മമിതയോട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്കളെ പറ്റി വാദോരാതെ പറഞ്ഞു. മമിതനെ അങ്ങനെ പരിചയപ്പെടുന്നത് ബോസാനക്കോടെ സെറ്റിലാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര ഹാപ്പി ചിൽ ആയിട്ട് പോകുന്ന ഒരാളാണ്. സൂപ്പർ ശരണി എന്നൊരു സിനിമ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, ഭയങ്കര രസമായിരുന്നു സൂപ്പർ ശരണിയിൽ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഒരു സിനിമ വരുമ്പോൾ ഇങ്ങനെ വിളിച്ചു നോക്കണം. വിളിച്ചപ്പോൾ വന്നു, പടത്തിൽ ചെയ്തു. അപ്പൊ അന്ന് ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് ത്രൂ ഔട്ട് ഇന്ന് വരെ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് മമിതയ്ക്ക് വന്നിട്ടുള്ള സിനിമകളെല്ലാം വലിയ ഹിറ്റ്സ് ആണ്. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് മമിതയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പ്രേമലു ആണെങ്കിലും, ജനനായകൻ, ഇപ്പൊ വിശ്വനാഥൻ, ഡ്യൂഡ്, ഇതൊക്കെ വന്നു. നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോഴും ഒരു മാറ്റമില്ല. അന്ന് എങ്ങനെയാണോ കൊണ്ടേ അതേപോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന എനിക്ക് ഭയങ്കര പേഴ്സണാലിറ്റിയുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ളൊരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്.
നിങ്ങൾ രണ്ടുപേർക്കും സത്യം പറയാച്ചാൽ വിന്നിങ് സ്ട്രീക്ക് ഇങ്ങനെയാണ്. ഒരാൾക്ക് കുറച്ച് പ്രായം കൂടി എന്ന് സ്ക്രീനേജിൽ കാണിക്കുന്ന ആളുടെ കൂടെ ഉള്ള റൊമാൻസിൽ ഹിറ്റാകുന്നു. താങ്കൾക്കും പ്രായം കുറഞ്ഞ സ്ക്രീനേജിൽ ഡെലൂലു അല്ലേ? അപ്പൊ അതിനൊരു കോമണാലിറ്റി ഉണ്ട് ഇടയിൽ. ആ കാര്യം തിയേറ്ററിലേക്ക് വരുമ്പോഴേ നിവിൻ പോളി എന്നൊരാളുടെ ഒരു ഇമോഷൻ കൊണ്ടുവരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജ് ആണെങ്കിലും നേരമാണെങ്കിലും പിന്നെ അതുമാതിരി അങ്ങനെ ഇപ്പൊ ഈ പ്രഭയാണെങ്കിലും ഇപ്പൊ ജസ്റ്റിൻ ആണെങ്കിലും ഇപ്പൊ ഈ ആൾക്കാർ ഈ സ്നേഹം തിയേറ്ററിലേക്ക് വരുമ്പോൾ അതൊരു ഇമോഷണായിട്ട് താങ്കളുടെ അമ്മ ഒരിക്കൽ പറഞ്ഞു എടാ നിനക്ക് എത്ര ആൾക്കാരാണ് നിന്റെ കൂടെ എന്ന്. സോ അത് കണക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് എപ്പോഴും. അതായത് ചില കാര്യം കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിയലൈസ് ചെയ്യുള്ളൂ. ഇപ്പം ചില സമയം നമുക്ക് സെൽഫ് ഡൗട്ട് ഒക്കെ വരുന്ന സമയങ്ങളുണ്ടാവും. ഇത് നമ്മുടെ സിനിമകൾ വന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സെൽഫ് ഡൗട്ട് വന്ന സമയം ഉണ്ടാവും. അപ്പോഴാണ് സർവമായ ഇറങ്ങിയത്. സർവമായ ഇറങ്ങിയപ്പോൾ കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നെ ഇപ്പോഴും ഓക്കെയാണ്, ആൾക്കാർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, വരും നമ്മുടെ പടം കാണാനും തിയേറ്ററിലേക്കൊക്കെ വരും എന്നുള്ള നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ മമ്മിയും പടം കണ്ടു, പടം കണ്ടിട്ട് പറഞ്ഞാൽ മനസ്സിലാവണല്ലേ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ റെസ്പോൺസിബിളായിട്ട് പരിപാടി ചെയ്യും, സിനിമകൾ ചെയ്യും. വീട്ടിലാണെങ്കിൽ റിന്നയും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വലിയ പരിപാടിയൊന്നും ചെയ്യണ്ട, ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിനുണ്ട്, അതെന്താന്നുള്ള നിവിനും അറിയാം. അപ്പൊ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ സിനിമകൾ ചെയ്ത് പോവാം. അവർക്ക് വേണ്ടിയും അവരാണല്ലോ എല്ലാം തന്നിട്ടുള്ളത്, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കാന്നൊക്കെ റിന്ന പറയും. അപ്പം ഇത് റിയലൈസ് ചെയ്ത് വരാൻ ചില സമയം നമുക്ക് സമയം എടുക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ സർമായ കഴിഞ്ഞു, ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യം ചെയ്ത പടമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സന്തോഷം. അത് ഈ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മലയാളി എന്ന് പറയുമ്പോൾ മുണ്ടെടുത്ത മലയാളി, എന്നിരുന്നാൽ പോലും താങ്കളെ ഏത് നിലയ്ക്കും മലയാളത്തിലേക്ക് താങ്കൾക്ക് ആവാഹിക്കാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നു ഇവര് മലയാളി ക്യാൻ റിലേറ്റ് ചെയ്യൂ ഇല്ലേ? അത് തോന്നിയിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം അങ്ങനെ റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അവർ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നമ്മളെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. വേറെ നല്ല കാര്യം തോന്നിയെന്ന് വെച്ചാല് താങ്കളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ഹീറോയിൻസും, നസ്രിയ ആവട്ടെ, ഓം ശാന്തി ഓഷാന, അതല്ലെങ്കിൽ സായി പല്ലവി ആവട്ടെ, പിന്നെ ഇതില് മറ്റേ മമിത ആവട്ടെ, എല്ലാവർക്കും തന്നെ ഒരു ഭയങ്കര സ്പേസിന് ദേ ആർ ബെസ്റ്റ് പെർഫോമേഴ്സ് വിത്ത് യു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? ബിക്കോസ് യു ഗീവ് ദം സ്പേസ്, അങ്ങനെയാണോ? അത് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നന്നാവുക. ഞാൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് അവരുടെ സീൻ മാറ്റി വെക്കാന്നുള്ളതല്ല. അവരുടെ അയ്യോ റിയയുടെ പേര് പോയിട്ട് അല്ലെങ്കിൽ തന്നെ വിളിച്ച് ചീത്ത പറയും. സോറി കേട്ടോ റിയ. റിയ ആണെങ്കിലും അവരും പെർഫോം ചെയ്യട്ടെ എന്നുള്ളതാണ്. അതും അതിന് നമ്മൾ സ്പേസ് കൊടുക്കണം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അവരുടെയും കൊണ്ട് പടമല്ലേ, എൻ്റെ മാത്രം പടം എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അത് ഓരോ സിനിമ ഇപ്പം സർവമായി എടുക്കുകയാണെങ്കിലും റിയയുടെ ഇമ്പോർട്ടൻറ്റ് സീൻസിനൊക്കെ തമാശകളെയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വന്നിരുത്തി റിയയുടെ അടുത്ത് പറയും, ഇത് ദിസ് ഇസ് യുവർ സീൻ, ഇതിന് മാക്സിമം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രിപ്പയറിങ് ടൈം എടുത്തോളൂ, എത്ര സമയം പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ സീനാണ്. അപ്പോൾ റിഹേഴ്സലിന് കൂടെ വന്നിരുന്ന് റിഹേഴ്സ് ചെയ്യാം. അങ്ങനെ അതിനകത്ത് കാറിലെ സീൻ, അവസാനത്തെ സീനുകളൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ഇരുന്ന് റിയയുടെ കൂടെ ഇരുന്ന് റിഹേഴ്സൽ ചെയ്ത് സമയം കൊടുത്ത് ചെയ്യുന്നത്. അപ്പം എനിക്കത് ഇഷ്ടമാണ്. അതായത് മറ്റുള്ളവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് ആക്ച്വലി. അതായിരിക്കാം ചിലപ്പോൾ. ബികിയുടെ സെറ്റിലെ ആൾക്കാർക്ക് കുറെ സമയം താങ്കൾ ഈ ചിരി നിർത്താത്തോണ്ട് ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ടി വന്നിട്ട് ശരിയാണോ? അതെല്ലാ പടത്തിലുണ്ട്, ബികെയിൽ മാത്രമല്ല. അത് എനിക്ക് വെച്ചാലേ എനിക്ക് ആക്ച്വലി ഓപ്പോസിറ്റ് ആൾ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യും. അപ്പോൾ ചെറിയ റിയാക്ഷൻ സാധനം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്പോട്ടിൽ ചിരിച്ചു പോകും. ക്യാരക്ടർ അങ്ങനെ ക്യാരക്ടറിൽ നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ചിലവർ ഭയങ്കര ക്യാരക്ടർ പിടിച്ചവർ ചിരിക്കില്ല. അജു ഒക്കെ കാര്യം തമാശയൊക്കെ ആണെങ്കിലും അഭിനയിക്കുന്ന സമയത്ത് ചിരിക്കില്ല, ഭയങ്കര സീരിയസ് ആണ്. വേറെ ആർക്ക് അങ്ങനെ ചിലർക്ക് അങ്ങനെ ചിരി വരില്ല. എനിക്ക് ഞാനിങ്ങനെ ആസ്വദിച്ചാണ് ഇവരുടെ. താങ്കൾ ചിരിയോട് ചിരിയായിരിക്കും, ചിരി നിർത്തിയിട്ട് വേണം. അതെ, ഞാൻ മാറിയൊക്കെ പോകും, എല്ലായിടത്തും മാറി നിന്ന് ചിരിച്ച് എത്ര കുറേ സമയം കഴിയും തിരിച്ചു വരാനായിട്ട്. അത് ചിലവർ അങ്ങനെയാണല്ലോ, നല്ല ആക്ടേഴ്സിനെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എനർജിയും വൈബും ഉണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുമ്പോഴും ചിരിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുമ്പോൾ ഇപ്പൊ ചില സീനുകൾ അഭിനയിച്ച് കഴിയുമ്പോൾ ഇത് തിയേറ്ററിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് ഞാൻ ഇവിടെ ഇപ്പം ചിരി തുടങ്ങും. അപ്പം ഞാൻ ഇപ്പം ആരുമില്ലല്ലോ, ഇപ്പം എന്തിനാ ചിരിക്കണമെന്ന് അല്ലടാ, ഞാനിതിങ്ങനെ സ്ക്രീനിൽ വരും ഭയങ്കര അടിപൊളിയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ സെറ്റ്. അപ്പൊ അങ്ങനെ ചിരി വരും ചില സമയത്ത്. ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തന്നെ ചിരി വരും. ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളും ഷറാഫുദ്ദീനും പ്രതിച്ഛായയിലിരുന്ന് ചിരിച്ചിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ, നമ്മളത് പ്രത്യേകിച്ച് കൂട്ടുകാരും ഓപ്പോസിറ്റ് വന്നാൽ തീർന്നു. കൂട്ടുകാരും ഓപ്പോസിറ്റ് വന്നിട്ട് സെന്റിമെന്റിലൊക്കെ അടിച്ചാൽ കയ്യിൽ നിന്ന് പോയി നോക്കിയാൽ മതി. അയ്യോ. പിന്നെ അതുമാതിരി ഈ ട്രിവാൻഡ്രത്തേക്ക് പിക്ക് ചെയ്യുന്ന ഒരു സീനില്ലേ മമ്മിത്തെ സീനില്, അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ ഷോട്ട് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേക്കേണ്ടി വന്നു അല്ലേ? 3 ദിവസം ചെയ്തില്ലേ?
2 ദിവസം 2 ദിവസം. ഇപ്പം ഇവരുടെ ഈവനിങ് ലൈറ്റ് മോർണിംഗ് ലൈറ്റ് തന്നെയാണ് ഈവനിങ് ലൈറ്റ്. ഈ മോർണിംഗ് എഴുന്നേക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 5:30 കഴിഞ്ഞിട്ട് എടുത്താലും പരിപാടി ലൈറ്റ് വൈസ് സെയിം ആണ്. എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട്. ഇപ്പം അവർ പറയും അവിടെ അല്ല ചേട്ടാ നമുക്ക് മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മോർണിംഗ് എഴുന്നേറ്റ് നമുക്ക് പോകണ്ട. മോർണിംഗിൽ ട്രെയിൻ വരുന്നേ. അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ പോയി ചെയ്തു. എഴുന്നേക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ ഓക്കെയാണ്. പക്ഷെ താങ്കളൊരു രാവിലെ 6:30 തൊട്ട് രാത്രി 12 മണി വരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് മടിയൊന്നുമില്ല. ഏതാ കറക്റ്റ് അല്ലേ? അല്ല ശരി, എല്ലാവരും പറയും മോർണിംഗ് പേഴ്സൺ ആവണം എന്നുള്ളതാണ്. അത് ചിലവർക്ക് അത് ഓക്കെയാണ്. ചിലവർ ഷാർപ്പ് 4:30-5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഭയങ്കര മോർണിംഗ് ആണ് ചിലവർ. എനിക്ക് നൈറ്റ് ആണ്. നൈറ്റ് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മോർണിംഗ് എനിക്ക് അങ്ങനെ എഴുന്നേക്കാൻ ഇത്തിരി മടിയാണെന്തോ അറിയില്ല. അല്ല, പക്ഷെ താങ്കൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഒരാളെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മനീഷ് നാരായണൻ. 6:30 മുതൽ രാത്രി 12 മണി വരെ വെരി ആക്റ്റീവ് ആൻഡ് നാറ്റ് ഇൻ ലാപ്ടോപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മള് ഒരു വർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഇരിക്കും. 6 മണി തൊട്ട് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കും, മെസ്സേജ് അയക്കും, കറക്റ്റ് എന്താ ഇന്നത്തെ വർക്ക് എന്താണ്, ഭയങ്കര ഷാർപ്പായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എഴുന്നേറ്റ് ഇതെല്ലാം. അത് ഈ നമ്മുടെ മനസ്സിലുള്ള അങ്ങോട്ട് എവിടെയെങ്കിലും ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സമാധാനമില്ല. അപ്പൊ തന്നെ മെസ്സേജ് ഉണ്ടാക്കി എല്ലാവർക്കും അയച്ചിട്ട് ഉറങ്ങും. പിന്നെ അവർ പണിയെടുത്തോളൂ. അല്ല, ഫൈറ്റിംഗ് സീൻ അതെങ്ങനെയായിരുന്നു? തകർത്താടി ഫൈറ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഈ സിനിമയിൽ? നാടൻ തല്ല് പോലത്തെ അങ്ങനെ ഭയങ്കര കൊറിയോഗ്രാഫ് പരിപാടികൾ സാധനങ്ങളൊന്നല്ല, നാച്ചുറൽ നാടൻ അടി. കോളേജിൽ ഒരു അടിയുണ്ട്, പിന്നെ ഒരു ക്ലൈമാക്സ് ഉള്ള സാധനമുണ്ട്. ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ആക്ഷൻ ഹീറോയിലും താങ്കളുടെ അടികളൊക്കെ വളരെ അടി നമുക്ക് കിട്ടണ മാതിരിയാണ്. കിട്ടുക്കശി ആക്ഷൻ പടം ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഈ ചിരി മുണ്ടും വെച്ച് കുറച്ച് ഇത് മടുത്തു തുടങ്ങുമല്ലോ ഈ ചിരി. പക്ഷെ താങ്കൾ ലെഫ്റ്റ് ഹാൻഡർ അല്ലേ? അപ്പൊ ഈ ഫൈറ്റിംഗ് സമയത്ത് എന്നോട് അജ്മൽ പറഞ്ഞാണ് അത് ഇവർ ആദ്യം ക്യാമറ സെറ്റ് ചെയ്തപ്പോ എല്ലാവരും വലത്. ഇവര് ഫൈറ്റേഴ്സും മാസ്റ്റേഴ്സും വന്ന് റിഹേഴ്സൽ ചെയ്യുന്നത് മൊത്തം റൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ റൈറ്റ് പറ്റില്ല, എനിക്ക് ലെഫ്റ്റ് ആണ്. ഇത് ലൈറ്റിംഗ് എല്ലാം മാറ്റണല്ലോ, ഇവരെല്ലാം പ്രോപ്സ് എല്ലാം വെച്ചിരിക്കുന്നത് റൈറ്റ് ആയിരിക്കും. പിന്നെ അത് മാറ്റേണ്ടി വരും, കാരണം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും റൈറ്റ് ആണല്ലോ. അങ്ങനെ ഇത് തന്നെ. പിന്നെ അവർ ചോദിക്കും റൈറ്റ് വെച്ച് അടിച്ചു നോക്കിയാൽ ഇല്ലല്ലോ, വരൂല, കൈ പാങ്ങ് കിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് ആണ് നമ്മുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായുള്ള സാധനം താങ്കൾ നേരത്തിലെ അവസാനം വന്ന ബോബി സിനിമയ്ക്ക് ഇടത്ത് കൈ വെച്ചിട്ട് അടി കൊടുക്കണില്ലേ, അത് താങ്കൾ അത് ലെഫ്റ്റ്. എന്റെ മകൻ ലെഫ്റ്റ് ഹാൻഡറാ, അപ്പൊ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഞാൻ കൊടുക്കുമ്പോ എനിക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമാതിരി ഈ ഓടുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ എളുപ്പമുണ്ടല്ലേ, കുറച്ച് സമയം കൂടുതൽ കിട്ടിയിട്ടില്ലേ ലെഫ്റ്റ് ഹാൻഡിന്? ഇല്ലേ ഇല്ല കിട്ടിയിട്ടില്ല. പരീക്ഷ എഴുതാതിരിക്കുമ്പോ അല്ല, മലയാളക്ക് 1/2 മണിക്കൂർ അധികം കിട്ടായിരുന്നു ഞാൻ കേട്ടേക്കണേ. നമുക്ക് സമയം തന്നെ കൂടുതലാണ്. നമുക്ക് മാക്സിമം 1 hour തീർത്തു. 3/4 മണിക്കൂർ തരും. 15 മിനിറ്റ് ഗ്രേസ് പീരീഡ് പോലെ ഇരിക്കുക, ഇറങ്ങി പോരാന്നല്ലാതെ 2.5 മണിക്കൂർ തന്നെ. താങ്കളുടെ ഇൻഫോസിസിൽ പണിയെടുക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ? ഇൻഫോസിസിൽ ഉണ്ട്. അവര് പല പല സ്ഥലങ്ങളിൽ ആണ് ഇപ്പൊ. എല്ലാവരും ഓൺസൈറ്റ് ഒക്കെ പോയി. ഓൺസൈറ്റ് ഭാഷ കേട്ട് കുറെ കാലം. അല്ല, ഈ മനസ്സിപ്പോഴും താങ്കൾ ഒരു ടെക് ചെയ്യണ്ടോ താങ്കളുടെ മനസ്സിൽ? ഉണ്ടല്ലേ. ടെക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്റെ സ്ട്രെസ് ബസ്റ്റർ എന്ന് പറഞ്ഞ ടെക് സൈഡാണ്. ആപ്പ് ഒക്കെ ഇപ്പോഴും ഉണ്ടാക്കും. അത് പറയൂ കേക്കട്ടെ, എത്ര ടെക്നോളജി ആൾക്കാർക്ക് സന്തോഷം കേൾക്കാൻ. അത് അങ്ങനത്തെ ഇതൊന്നുള്ളതല്ല. ഇപ്പൊ നമ്മുടെ പെയിൻ പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ വൺ ഓഫ് ദ പെയിൻ പോയിന്റ്സ് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ആൾക്കാർക്ക് അസൈൻ ചെയ്യും, അത് നമുക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട്സ് കിട്ടുക എന്നുള്ളതാണ്. എന്നാലാണല്ലോ നമുക്കത് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിനൊരു പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു ആപ്പില്ല. അപ്പം നമ്മുടെ ആവശ്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് അത് കോഡ് ചെയ്തുണ്ടാക്കും. കോഡ് ഉണ്ടാക്കിയിട്ട് ക്ലൗഡ് ഉപയോഗിക്കാറുണ്ടോ? പിന്നെ ക്ലൗഡ് ഉണ്ട്, പല പരിപാടിയും ഉപയോഗിക്കും. എന്നിട്ട് അത് അതായത് എങ്ങനെ വേണ്ടേന്നുള്ളത് ഡിസൈൻ ചെയ്യും, എന്നിട്ട് ഒരു ടീമിന് കൊടുക്കും. പക്ഷെ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ നോക്കണമല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം, അത് ക്രാഷ് ആവരുത്, അതൊക്കെ നമുക്ക് എന്താ വേണ്ടേന്നുള്ള സാധനം നമ്മളൊരു സാധനം അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കും. അവരത് പിന്നെ അത് പ്രോപ്പറായിട്ട് ചെയ്ത് തിരിച്ച് തരും. അങ്ങനെ AI വന്ന സമയത്ത് ശേഷം സിനിമ ആൾക്കാർക്കും റൈറ്റേഴ്സിനൊക്കെ കുറെ എളുപ്പമായിട്ടുണ്ടെന്ന് ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് നമ്മുടെ കുറച്ച് തിങ്കിങ് പവർ ചിലപ്പോൾ പോകും എന്ന് പറയും ആൾക്കാർ. പക്ഷെ താങ്കൾക്ക് അങ്ങനെ തോന്നി? താങ്കൾ ഏതെങ്കിലും സ്ക്രിപ്റ്റുകളൊക്കെ അങ്ങനെ ഒരു ചാറ്റ് GPT ക്ലോഡിന്റെ സഹായം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അത് യൂഷ്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വായിക്കും. ഞാൻ വായിച്ചിട്ട് ഞാൻ നോട്ട്സ് ഉണ്ടാക്കും.
എന്നിട്ടായിരിക്കും നമ്മൾ ഇതിൽ ഇട്ട് ഉം. റിവ്യൂ എടുക്കുക. ഉം. അപ്പോൾ റിവ്യൂ എടുക്കുന്നതിന്റെ പ്രോംപ്റ്റ് എല്ലാം ചെയ്ത് നമ്മൾ റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അതിൻ്റെ അകത്ത് നോക്കുക. നമ്മൾ ചിന്തിക്കാത്ത എന്തെങ്കിലും സാധനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചില പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഓക്കെ ഇത് സെൻസിബിൾ പോയിന്റ് ആണല്ലോ എന്നുള്ളത് മാത്രം എടുത്ത് ആക്കി പിന്നെ റൈറ്റേഴ്സ് ആയിട്ട് ഇരിക്കും. അവരും കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ. അവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് പോകുമ്പോൾ നോ പറയരുതല്ലോ. അവരും അത് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരാ. പറയില്ല ചേട്ടാ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞവരിപ്പോ ഇപ്പൊ എല്ലാവരും വരുന്നത് സ്ക്രിപ്റ്റ് ഉണ്ടാവും, പിന്നെ ഈ സ്ട്രക്ചർ അത് ഇതൊക്കെ വെച്ച് സെപ്പറേറ്റ് പേജസ്, ഫോട്ടോസ് എല്ലാം പരിപാടി, എന്തുകൊണ്ട് ഈ പടം ചെയ്യണം, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ എത്ര സമയം പിടിക്കുക അതൊന്നൊരു സാധനം യെസ് പറയാൻ? ഇപ്പൊ ഈ ഒരു താങ്കളുടെ ഒരു നല്ലൊരു ഫേസിലപ്പോ ഇവരുടെ ഫാന്റാസ്റ്റിക് ഫേസ് എന്ന് തോന്നിയിട്ടില്ല. കാരണം ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാം, ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് അറിയാം, ആൻഡ് യു ഹാവ് എ ജനത വിത്ത് യു. അപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ തരം ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിവിൻ പോളിയോട് കഥ പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിഷയം ഓൾറെഡി ഇങ്ങനെ കുറെ കഥകൾ കേട്ട് കുറച്ച് ഒരു വെയിറ്റിംഗ് അങ്ങനെ ഉണ്ട്. ചില സിനിമകളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ചിലതെല്ലാം ഇനി വേണ്ടാന്ന് വെക്കേണ്ടിയും വരുന്നൊരു അവസ്ഥയുണ്ട്. കാരണം നമുക്ക് ഒരു വർഷം ഇത്ര പടമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, 3 അല്ലെങ്കിൽ മാക്സിമം 4 പടമാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കഥയായിട്ട് വരുന്നൊരു ഡെയിലി അല്ലെങ്കിൽ എവറി 2 days നമുക്കൊരു കഥ കേൾക്കേണ്ടി വരും. ചിലത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എത്ര ഇഷ്ടപ്പെട്ടാലും ഒരു വർഷം നമുക്ക് 4 പടം ഉള്ളൂ. അപ്പൊ ഒരു 10-12 പേരുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ അവരുടെയും നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതും ചെയ്യണമെന്നുണ്ട്, ഇത് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സിനിമ ചില 60 ദിവസം എടുക്കും, 90 ദിവസം എടുക്കും. ചില സമയത്ത് സിനിമ പ്രതീക്ഷ സമയത്ത് തീരില്ല, നമ്മൾ അവരുടെ കൂടെ സഹകരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ 90 days വെച്ച് തന്നെയാണെങ്കിൽ തന്നെ 3 മാസം പോയില്ലേ. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഗ്യാപ്പ് വേണം, ഡബിങ് വേണം, പ്രൊമോഷൻ വേണം, ഫാമിലി ടൈം വേണം, വെക്കേഷൻ വേണം. അപ്പൊ വെച്ച് നോക്കുമ്പോൾ ഐഡിയലി 3 films ഒക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെയും വർഷങ്ങൾ പോവാണ്, അവരും നെക്സ്റ്റ് എന്തെന്ന് ഉള്ള ഇതില്ല. ഇപ്പൊ അടുത്തൊരു 3-4 films ഓൾമോസ്റ്റ് ലോക്ക്ഡ് സിറ്റുവേഷനിലാണ്. അത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും നമ്മൾ പറയുന്നത് നിങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ, എന്ത് സപ്പോർട്ട് വേണം തരാം, നമ്മൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ പ്രസന്റ് ചെയ്യാൻ, വേറെ ആക്ടേഴ്സിന് അടുത്ത് പിച്ച് ചെയ്തോളൂ. നമ്മളും വിളിച്ച് പറയുന്നുണ്ട് ആക്ടേഴ്സിന് ഇങ്ങനെ സിനിമയുണ്ട്, നല്ലതാണ്, ഇത്രയും കഴിഞ്ഞിരിക്കുന്നതാണ്, റെഡി ടു ഷൂട്ട് സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരെയും ഹെൽപ്പ് ചെയ്യണം, വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ ടൈം കളയണ്ടല്ലോ. ഫാമിലി ടൈം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്കളെയും വൈഫിനെ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കളെ വൈഫിനെ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ അസിന്റെ കല്യാണത്തിന്റെ പാർട്ടിക്ക് ബോംബെയിൽ വെച്ചിട്ട്. പിന്നെ ഞാൻ ഈ അടുത്ത നിങ്ങൾ മറ്റേ US വീസ കിട്ടാൻ വേണ്ടിട്ട് കുട്ടികളെ കൊണ്ട് പോകണ്ടു, ഓർമ്മയില്ല, ചെന്നൈയിൽ. നിവിൻ പോളി ആസ് എ ഫാദർ ഞാൻ എപ്പോഴും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. താങ്കൾ ഇപ്പോഴും കുഞ്ഞു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ചിരിയും ആ ഒരു കുസൃതിയിലും താങ്കൾ വീട്ടില് ഈ കുട്ടികളുടെ അച്ഛനാവുമ്പോ സ്ട്രിക്റ്റ് എന്നല്ല, ഹൗ ആർ യു ആസ് എ ഫാദർ? പിള്ളേരുടെ എല്ലാ കാര്യം നോക്കുന്നത് റിന്നെയാണ്, കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു റിന്നെയാണ്. അതാണ് എളുപ്പം, കാരണം അവര് കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും. കാരണം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയം അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയില്ല, ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോയാൽ സ്ട്രിക്റ്റ് ആണ്. ഇപ്പുറത്താണെങ്കിൽ പോട്ട് കാര്യമില്ല, പിള്ളേരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, എല്ലാത്തിനും നമ്മളിങ്ങനെ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ കുട്ടികളുടെ? അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ വളരുന്ന പോലെയല്ലോ. അവര് കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ഫ്രീ ആണ്, അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കും, അവർ നോണ പറയാൻ ഇഷ്ടപ്പെടുന്നതല്ല. ചില സമയത്ത് നമ്മൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പറയാൻ നാളെ ഇല്ല, നമ്മളിങ്ങനെ പോകാനുള്ള ഇല്ല നോണ പറയേണ്ട കാര്യമില്ല, ദാദ പറയണം. നോണ പറയണത് എന്തിനാണ്? നമ്മൾ ട്രിപ്പ് പോവാണെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകാമെന്ന് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ അല്ല, അപ്പോൾ അത് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് യു ഗൈസ് മാനേജ്, അത് നിങ്ങൾ മാനേജ് ചെയ്ത്, നിങ്ങൾ പാരൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾ മാനേജ്. ഞാൻ നോണ പറയുന്നത് ഞാൻ നോണ പറയില്ല. 3-4 പ്രാവശ്യം ഇതിങ്ങനെ പല സിറ്റുവേഷനിൽ ലേറ്റ് ആയപ്പോൾ അത് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവാണ്. ഇല്ല, കാലത്തിന് എഴുന്നേക്കാൻ വൈകി, അതുകൊണ്ട് പോയി ലേറ്റ് ആയി, ഞാൻ ഉള്ളത് പറഞ്ഞോളാം. അപ്പൊ ഇതൊക്കെ നൈസ് പരിപാടിയാണ്, വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ ആയിട്ട് അവർക്ക് എപ്പോഴാണ് നിവിൻ പോളി ഒരു കേരളത്തിന്റെ താരമാണെന്ന് മനസ്സിലായത്? കേരളത്തിന്റെ സോറി, ഒരു പാൻ ഇന്ത്യ ആക്ടർ അങ്ങനെയൊന്നുമില്ല. പക്ഷെ വീട്ടിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ അച്ഛനെ നോക്കുന്നു, സെൽഫി എടുക്കുന്നു, ആ ഒരു ഇതുണ്ടല്ലോ. ഒരു ആദ്യം ഇവർക്കൊരു ഇതാണ്, ഇതെന്താണ് ഇതിങ്ങനെ മനസ്സിലാവാത്ത പ്രായമാണല്ലോ മുമ്പ് എന്ന് പറഞ്ഞാൽ. ഇത് എന്തിനാണ് ഈ അപ്പഴെടുത്ത് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യം എന്താണ്? ഒന്നുമില്ല, അവർക്ക് എന്തോ സിനിമ. പിന്നെ അവര് തിയേറ്ററിൽ അങ്ങനെ അധികം പോയി അങ്ങനെ കാണലില്ല. പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് പറഞ്ഞ് നമ്മുടെ സിനിമ ഇറങ്ങി നന്നായി അങ്ങനെ പറയുമ്പോഴാണ് അറിയുന്നത്. ഓക്കെ, അപ്പം മോള് ചെറുതന്നെ പറഞ്ഞു അപ്പയുടെ ഫോട്ടോ പോണ വഴിക്കൊക്കെ കണ്ടല്ലോ, എന്താ പ്രശ്നം എന്താന്നൊക്കെ ചോദിക്കും. ഒന്നും ശരി, കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ അവിടെ ഇവിടെ എല്ലായിടത്തും ഫോട്ടോയും പോസ്റ്ററും വയപ്പ, അത് മനസ്സിലാവാറില്ല. ഇപ്പൊ ഓക്കെ, സാധനം മനസ്സിലാവുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കണ്ടു, സർവമായ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പൊ ഇവരും ഈ റിയാക്ഷൻസ് കാണുന്നുണ്ടല്ലോ, ബിഗ് സ്ക്രീനിൽ കാണുകയല്ലേ.
അപ്പോൾ ഇപ്പോൾ ഒരു നൈസ് ഒക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇതിന് ബദലേം കാണിക്കാൻ കൊണ്ടുപോകണം. അവരും സിനിമകൾ കണ്ട് ഇതാവട്ടെ എന്നുള്ളൊരു സാധനമുണ്ട്. അവരുടെ പഠിപ്പിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, കാരണം ഞാൻ ആ ഏരിയയിൽ അത്ര ഇതല്ലാത്തതുകൊണ്ട് അറിവില്ലായ്മയിൽ നമ്മൾ ഹെറി ഒരുപാട് കിടന്ന് ഇതാവുന്നുള്ളത് നല്ലത്. ചില സമയത്ത് റിന്ന ഹിന്ദി പഠിപ്പിക്കാനൊക്കെ പറയും. ഈശ്വര, ഹിന്ദി പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ റിന്നേനെ ബുക്ക് എടുത്തിട്ട് ഞാൻ തന്നെ പഠിപ്പിക്കാം, അതാണ് നല്ലത്. റിന്ന നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? എത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പോ 16 years. സത്യം പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു ഹാബിറ്റ് ആണ് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെയുള്ളപ്പോൾ, റൈറ്റ്? അപ്പോൾ നിവിനുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടോ ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ് ടു? ഐ മീൻ നിങ്ങളുടെ ഒരു കോമൺ കോൺവെർസേഷൻസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട് വെനെവർ ഒരു കോമൺ ആയിട്ടൊരു എലിമെന്റ് താങ്കൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ വിത്ത് യുവർ പാർട്ട്ണർ? ഇവര് ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ നമ്മളെ. നമ്മളിപ്പം സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ചസ് വന്നാലും എല്ലാവരും പറയുമല്ലോ ഇത് കറക്റ്റ് അല്ല, മോർ റെസ്പോൺസിബിൾ ആവണമെന്ന് ഫസ്റ്റ് നമുക്ക് ശബ്ദം കേൾക്കുന്നത് വീട്ടിൽ നിന്നാണ്. വീട്ടിലൊക്കെ നമ്മൾ ബഹളം ഉണ്ടാക്കിയിരിക്കും, അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ മാറിയെന്ന് ചിന്തിക്കില്ല, ശരിയാണ് പറഞ്ഞത് എന്നാ പിന്നെ. പക്ഷെ അത് അവര് പറയും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ, അവർക്ക് വേറെ മോട്ടീവ് ഒന്നും അതിൻ്റെ അകത്ത് ബയാസ്ഡ് അല്ലാതെ അവർക്ക് കാര്യങ്ങൾ പറയാലോ. അപ്പൊ അത് ഉൾക്കൊള്ളാറുണ്ട് ഞാൻ. സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ കരിയർ ഇൻഫോസിസിൽ ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ ഒരു ഇൻഡസ്ട്രി വിച്ച് ഇസ് ബേസിക്കലി നമുക്ക് അറിയില്ല, ടെസ്റ്റിംഗ് ദ വാട്ടർ ആയിരുന്നു ആ കാലത്തല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യുവർ വൈഫ് സപ്പോർട്ടഡ് യു ആ ഒരു ഡിസിഷൻ അല്ലേ? അതെ അതെ അതെ. ആ സമയത്തൊന്നും പൈസ ഇല്ലല്ലോ, നമ്മൾ നേരെ റിസൈൻ ചെയ്ത് പോരുക. പിന്നെ നമുക്ക് വീട്ടിലങ്ങനെ ചോദിക്കാൻ പറ്റില്ല, സപ്പോർട്ടൊക്കെ ഇവിടെ നിന്നായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് സിനിമയാണോ അല്ലെങ്കിൽ വേറെ എന്താണോ കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയങ്ങളിലെല്ലാം ഫുൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം അവിടെ നിന്നായിരുന്നു. വെരി ഗുഡ്. പക്ഷെ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഞാനും തിരിച്ച് ഹാപ്പിയായി നിർത്താൻ ശ്രമിക്കുന്നു. ആൻഡ് ഇപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴേ സാധാരണ യാത്രകൾ എന്താണ് താങ്കൾ ഒരു യാത്ര ഇപ്പൊ വൈഫിന്റെ കൂടെ കുട്ടികളുടെ വെക്കേഷൻ പോകുന്ന അറിയാം, എന്താണ് ഒരു യാത്രയിൽ നിന്ന് സാധാരണ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ? മീ ടൈം ഓഫ് കോഴ്സ് വിത്ത് ഫാമിലി. ആക്ച്വലി നമ്മൾ കട്ടാവില്ല, നമ്മൾ ഈ വേൾഡിൽ നിന്ന് കട്ടായിട്ട് വേറൊരു വേൾഡിലേക്ക് കയറില്ല. അപ്പൊ ആദ്യത്തെ ഒരു 2-3 days ഈ ട്രാൻസിഷൻ ഒരു സമയം എടുക്കും നമുക്ക് പെട്ടെന്ന്. എന്നാലും ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു, ആൾക്കാരെ വിളിക്കാനൊക്കെ തോന്നും. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് സെറ്റിൽ ആവും. ദെൻ ഇറ്റ്സ് ഒരു കംപ്ലീറ്റ് കട്ട് വേൾഡ് ആണ്. അപ്പം മൊബൈൽ മാക്സിമം മാറ്റി വെക്കാൻ ശ്രമിക്കും, വാട്സ്ആപ്പ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ ആവാൻ ശ്രമിക്കും. ഒൺലി വിത്ത് കിഡ്സ്, അങ്ങനെ പിള്ളേരുടെ കൂടെ അങ്ങനെ ഒരു ഇതില്. ആഘോഷങ്ങൾ എങ്ങനെയാ? ഓണക്കാലയിലോ അതൊരു ഓണം, താങ്കൾ ഭയങ്കര ഫെസ്റ്റിവൽ മാൻ ആണ്. സിനിമകളും ഫെസ്റ്റിവൽ സമയത്താണല്ലോ സൂപ്പർ ഹിറ്റ് ആവുന്നത്. അങ്ങനെ ഭയങ്കര ആഘോഷ പരിപാടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. വീട്ടില് നമ്മൾ ഫാമിലി നല്ലൊരു അസലം മുണ്ടെടുത്തിട്ട് വന്നേക്കണേ, പക്ഷെ ക്യാമറ ഹാഫിൽ ഉണ്ടെങ്കിൽ ഇത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഫോട്ടോ എടുക്കാം. ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ല. വീട്ടിലും പാരന്റ്സ് എല്ലാവരും കേട്ടിരുന്ന നമ്മൾ ഓണസദ്യ പരിപാടികൾ കഴിക്കാം. സിനിമയുടെ റിലീസ് വന്ന സിനിമ ഇതൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പാർട്ടി പോകുന്നത്. അത് ഭയങ്കര ഫൺ ആൻഡ് ഹാപ്പനിങ് ഇതായിരിക്കും. എപ്പോഴും താങ്കൾ ഒരു എപ്പോഴും ക്ലോസസ്റ്റ് സർക്കിളിലാണ് നമ്മൾ എപ്പോഴും ഒരു നമ്മളാവുന്നത്. വെച്ചെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയാ, മറന്നാലും യു ആർ യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ഗാങ്ങിൽ പോകുമ്പോൾ നിവിൻ പോളി എന്താണ് സത്യം പറയുന്നത്? യുവർ ലൈഫ് ഓഫ് ദ പാർട്ടി ആണോ അതോ സൈലന്റ് ആണോ? ഇച്ചിരിയാണോ ഓവറാണോ? ഓവറല്ല, അതിന്റെ ഒരു ലിമിറ്റ് അറിയാം. ആ ലിമിറ്റിൽ നമ്മൾ ഫുൾ ഫ്രീ ആവാൻ നോക്കും. അത് ഇടയ്ക്കൊക്കെ അങ്ങനെ വേണമല്ലോ. അല്ലെങ്കിൽ താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആദ്യകാലത്തെ ആൾക്കാർ തൊട്ട് ഇപ്പോഴും കൂടെയുണ്ട് എല്ലാവരും അല്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിട്ടൊക്കെ? ഇടയ്ക്ക് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കോൾസിൽ എപ്പോഴും ഉണ്ട്, മെസ്സേജസിൽ എപ്പോഴും അതുണ്ട്. അത് കൂടെ പഠിച്ചവരാണെങ്കിലും ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു 6 പേരുടെ നമ്മുടെ ഫ്രണ്ട് ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ മാത്രമായിട്ട് യാത്ര പോകാറുണ്ട്. എഞ്ചിനീയറിംഗ് മുതലുള്ള കൂട്ടുകാരാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വേറെ ടൈപ്പ് മീ ടൈം ആണല്ലോ. നമ്മൾ മാത്രമായിട്ട് പോകുന്ന അതിൽ നിവിൻ പോളി ഫ്രണ്ട് ആണ്, ആക്ടർ അല്ല. ഫുൾ ഫ്രണ്ട് എന്ത് ഫുൾ ഇതാണ്. ഫാമിലി ആയിട്ട് വേറെ സെപ്പറേറ്റ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കോൾസ് ആൻഡ് മെസ്സേജസ് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, നാച്ചുറൽ ആയിട്ട് അത് മെയിൻറ്റെയിൻഡ് ആയി പോയിക്കോളും. ഇപ്പൊ എല്ലാ കൂട്ടുകാരെയും നമ്മൾ എല്ലാ ദിവസവും വിളിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞ് വിളിച്ചാലും അതേ എനർജിയും സാധനം ഉണ്ടാവും. അതാണ് ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എന്തെങ്കിലും? എനിക്കൊരു ഇറാഷണൽ ഭയം അങ്ങനെ എന്തെങ്കിലും? ഇൻസെക്യൂരിറ്റീസ് കുറച്ചാൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് സിനിമയൊന്നും വർക്കാവുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇത് എന്തായിരിക്കണം അടുത്തത്, എങ്ങനെ പോകണം, ഏത് പടമായിരിക്കണം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ സാധനങ്ങളൊക്കെ വന്ന സമയത്തൊന്നും ശരിയാക്കി കുലുക്കി കൊണ്ട് വെച്ചത് സർവ്വമായാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പൊ ഇത് മതി. അത് ചെയ്യാൻ അറിയാണ്ടല്ല, അത് ആൾക്കാരെ സമയത്ത് അയ്യോ ഇത് മാത്രം ചെയ്തോണ്ടിട്ട് എന്ത് കാര്യം, ഇത് എല്ലാവരും ചെയ്യുന്നില്ല, ഇതല്ല വേണ്ടത്. കൺഫ്യൂസ്ഡ് ഇരിക്കുന്ന ശബ്ദങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നം. ശബ്ദങ്ങൾ എല്ലാവരെയും വിട്ടു ഒറ്റ ശബ്ദം. പണ്ട് നമ്മുടെ
ഇൻഡ്യൂഷൻ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻഡ്യൂഷൻസിൻ്റെ ഉള്ളിൽ ആൾക്കാർ കയറി തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വിഷയം. അപ്പോൾ ആരും വേണ്ട, ഇപ്പം ഞാൻ തന്നെ തീരുമാനത്തോളാം. ആ കാലത്താണ് ആൾക്കാരുടെ പറച്ചിലുണ്ടല്ലോ, അടുത്ത നിവിൻ പോളി ഹിറ്റ് ചെയ്താ എന്നുള്ളത്. അത് ആ ശബ്ദങ്ങളിൽ വരുന്നതായിരിക്കണം. അതെ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ? അടുത്തിപ്പോൾ ഒരു മാർട്ടിൻ ബ്രക്കാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാഷിദാണ് ഡയറക്ടർ. നാഷിദ് ജയ ഹേ വാഴ 2 ടീമിൻ്റെ ഒക്കെ റൈറ്ററാണ്. ഞാൻ വിപിൻ ദാസിനോട് ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെയും റൈറ്റർ നാഷിദാണ്. ഇതൊരു ഫൺ ലവ് ആക്ഷൻ ഡ്രാമ പോലത്തെ ഒരു സിനിമയാണ്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ എന്റർടൈനർ. ഞാനും മജു ഉണ്ട്, രുക്മിണിയാണ് ഹീറോയിൻ. പിന്നെ ഷൂട്ട് നടക്കുന്നു. ഓണായതുകൊണ്ട് പിന്നെ ബ്രേക്കായി. അതെ, ഇപ്പോൾ ഒരു സെപ്റ്റംബർ 1 തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഹിറ്റൊക്കെ അടിച്ചില്ല, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം. ഒരു 1 വീക്കും കൂടി ഗ്യാപ്പ് വരും, ചെയ്തിട്ടൊക്കെ വരാം. ഇതൊന്നും ഞാൻ അറിയട്ടെ അല്ലേ. ഞാൻ ഈ അടുത്ത കാലത്ത് യതീഷ് ചന്ദ്ര IPS ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു പോലീസ് സിനിമകളെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ആക്ഷൻ ഹീറോ ബിജു ആണ് ഏറ്റവും അധികം റിയാലിറ്റിയിൽ നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിന് സെക്കൻഡ് പാർട്ടിന് ബാല്യമുണ്ടോ? സെക്കൻഡ് പാർട്ട് നടക്കണം. അത് ഇച്ചിരി ഒരു ഈ എഗ്രിമെന്റൽ ഇഷ്യൂസിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്നാലും ചിലപ്പോൾ നടന്നു വരും. ഹോപ്പ്ഫുള്ളി അതൊക്കെ മാറുകയാണെങ്കിൽ ആ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോൾ മാറുന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പൊ അതതിന്റെ സമയം എടുത്ത് പോട്ടെ. താടിയെ പറ്റിയിട്ട് ഒരാളോട് ചോദിക്കാൻ പറഞ്ഞു. അതായത് ഈ താടി ഒരു നിവിൻ പോളി ഫാക്ടർ ആണോ അതോ? അല്ലെന്ന്, ഞാൻ ബെൻസ് എന്ന് പറഞ്ഞൊരു പടം കമ്മിറ്റ് ചെയ്തു, തമിഴ്. അത് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ്. അപ്പൊ അതിൽ എഗ്രിമെന്റ് ഉണ്ട്, പ്രോപ്പർ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ തീർന്നിട്ടില്ല ഇതുവരെ. ഷൂട്ടിംഗ് ഇങ്ങനെ പോസ്റ്റ്പോൺ 2 പടം ഈ താടി കൊണ്ട് ഹിറ്റ് ആയിട്ടുണ്ട്. അല്ല, ബെദ്ലയം അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയ പടത്തിനൊക്കെ ഇത് മാറ്റണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് ഇനി ഒരു 30-35 ഡേയ്സ് ഉണ്ട്. നമ്മൾ വിളിച്ച് മടുത്ത്. ഇന്റർവ്യൂ കാണുമെങ്കിൽ ഒന്ന് തീരുമാനം എടുക്കടേ, പടം തീർക്കാൻ. അൽഫോൺസിന്റെ കൂടെയുള്ള സിനിമ എപ്പോഴാ? അൽഫോൺസിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് റൈറ്റിംഗിലാണ്. ഈ റൈറ്റിംഗ് പക്കയായിട്ട് പടം തുടങ്ങാം. ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഏത് പടമാണെങ്കിലും നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. പേപ്പറിലെ പരിപാടി കറക്റ്റായിട്ട് കൺവിൻസിങ് ആവുന്ന രീതിയിൽ വരണം. അത് ഡയറക്ടറിനാണെങ്കിലും ആക്ടറിനാണെങ്കിലും രണ്ടുപേരും ഹാപ്പി ആവുന്ന ഒരു മൊമെന്റിൽ തുടങ്ങണമാണ് നല്ലത്. നമ്മൾ പേപ്പറിൽ ഹാപ്പി ആവാതെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഹാപ്പി ആവാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എത്ര പൈസ മുടക്കുന്നു കാര്യമില്ല. സ്ക്രിപ്റ്റ് നന്നാവാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ മനസ്സ് എല്ലാവർക്കും വേണം. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് അതാണ്. സ്ക്രിപ്റ്റ് കറക്ഷനാണ് ആർക്കും ഇഷ്ടമല്ല, ആരും ചെയ്യാനും റെഡിയല്ല. അല്ലെങ്കിൽ ഇത് മതി, ഇത് ആ ഏരിയ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് സിനിമയിൽ. പക്ഷെ ഞാൻ കരുതി ഞാൻ സ്ക്രിപ്റ്റിൽ ഹാപ്പി ആവുന്ന പടങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അത് ചിലപ്പോൾ പരാജയപ്പെടാം, അത് സിനിമയുടെ വിധിയാണ്, നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പേഴ്സണലി ഹാപ്പി ആവുന്ന ഒരു സ്ക്രിപ്റ്റിൽ ആണ് ഞാൻ പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സക്സസ് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഈസി ആക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? ലൈഫ് ഈസി ആക്കുമല്ലോ, ഡെഫിനറ്റ്ലി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹാർഷസ്റ്റ് റിവ്യൂ തരുന്നാര്? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുമല്ലോ, അതൊക്കെയാണ്. അല്ലാത്ത ഉള്ളതാണ് നമുക്ക് തിരിച്ച് സംസാരിച്ചാൽ അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇല്ല. എപ്പോഴൊരു ഡിബേറ്റ് ഉണ്ടാവുമല്ലോ, എല്ലാവരും ജയിക്കും അങ്ങനെയില്ല. ചില സമയത്ത് ഞാൻ ജയിക്കും, ചില സമയത്ത് അങ്ങനെയാണല്ലോ ഒരു ഫാമിലിയിൽ മുമ്പോട്ട് പോകേണ്ടത്. ഫഹദ് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ കണ്ടിട്ടേ ഇല്ല. ദിലീഷും ഷാമുമാണ് അവിടെ. ഫഹദിനെ നമ്മള് പാർട്ടിക്ക് ഉണ്ട്. നിങ്ങളുടെ ഇത് ഞാൻ കണ്ടു, ഓണാഘോഷം. പ്രേമം ശരിക്കും ബ്ലെസ്സിംഗ് ആണോ അതൊരു പെർമനന്റ് ബാഗേജ് ആണോ? ബ്ലെസ്സിംഗ് ആണ്. ഈ സ്റ്റേജ് ഓഫ് ലൈഫിൽ സക്സസ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താ? അതൊരു സക്സസ് ആണോ അതല്ലെങ്കിൽ സേഫ് ചോയ്സ് ആണോ? അല്ല, ഫെയിലിയർ ആണോ അല്ലെങ്കിൽ ഒരു സേഫ് ചോയ്സ്? പക്ഷെ ഫെയിലിയർ ഉണ്ടായിരുന്ന സമയത്ത് താങ്കളുടെ ഒരു മനോധൈര്യം ഉണ്ടായിരുന്നു. ഒരുപാട് നിവിൻ കേട്ടിട്ടുണ്ട്, കേൾക്കാത്തതിനപ്പുറം കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പിടിച്ച് നമുക്ക് അതിനൊക്കെ ഉത്തരം താങ്കളുടെ വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ നമ്മൾ കണ്ടു. പക്ഷെ എന്നാൽ പോലും ആ സമയത്തുണ്ടല്ലോ അവനോന്റെ ചില ഈ ശബ്ദങ്ങളുണ്ടല്ലോ, താങ്കൾ നേരത്തെ പറഞ്ഞ ശബ്ദങ്ങൾ, ആ സമയത്ത് ആ ശബ്ദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയം. അന്ന് എങ്ങനെയാ മനോധൈര്യം ഉണ്ടായിരുന്നത്? ഞാൻ വിചാരിച്ചു എനിക്കത്ര ഒരു അങ്ങനെ ഒരു ഭയങ്കര പവർഫുൾ ആളല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളിലെ ചിന്ത. ഞാൻ പക്ഷേ ലൈഫിൽ പലപ്പോഴും മനസ്സിലാക്കിയായിരുന്നു, അതായത് എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ഏറ്റവും നല്ല ബ്ലെസ്സിങ് ആയിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോലിയില്ല, ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു സിനിമയും അല്ലെങ്കിൽ അഭിനയിച്ചും ഒക്കെ ഒരു ട്രെയിനിങ് ഒന്നും ചെയ്യാണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഓഡീഷനിൽ തന്നെ വിനീതിൻ്റെ പടത്തിൽ നായകനായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടു. ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിനീത്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് അല്ലേ? അപ്പോൾ എന്നാൽ അതിന് ഡിസേർവിങ് ആണോ ഞാനെന്ന് വെച്ചാൽ അല്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടി. അപ്പോൾ എത്ര വേഴ്സ്റ്റ് സമയമാണെങ്കിലും
വൺ ഡേ വിൽ ഗെറ്റ് എ ബ്ലെസ്സിങ്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അകത്തെ മെയിൻ കാര്യം. അതെനിക്ക് തട്ടത്തിൻ മറിയത്ത് കിട്ടിയത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് സർവ്വമയുടെ റിലീസ് വന്നത് അങ്ങനെയാണ്. ഞാൻ സർവ്വമയുടെ മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു ഡിയർ സ്റ്റുഡൻസ്, അതിന് മുമ്പ് ഇറങ്ങേണ്ട പടമാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചത് എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പടങ്ങൾ ഇറങ്ങുന്നില്ല, ഭയങ്കര ഗ്യാപ്പ് വരുവാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ സർവ്വമായ ക്രിസ്മസിനെ കൊണ്ട് ഇറങ്ങുന്നു. വേറെ കോമ്പറ്റീഷനായിട്ടുള്ള പടങ്ങളില്ല, അതിൻ്റെ കൂടെയുള്ള പടങ്ങൾ അങ്ങനെ അത്ര ഇതായില്ല. നമുക്കൊരു ക്ലീൻ റൺ കിട്ടി. അപ്പോൾ ആ സ്പേസും ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹം പോലെ, ബ്ലെസ്സിങ് പോലെ മുകളിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഓക്കെ ആണോ, നിന്റെ പ്ലാനേക്കാളും നല്ലത് എൻ്റെ പ്ലാൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഒരു വേഴ്സ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് വരും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, നമ്മൾ ക്വിറ്റ് ചെയ്യാതിരിക്കുക, മുമ്പോട്ട് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സമയങ്ങൾ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളത് അറിയാതെ തന്നെ പഠിച്ച് പോകുന്നതാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ലല്ലോ. അത് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആക്കും, നമ്മുടെ മെച്യൂർ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഐദർ നമുക്ക് സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്നുള്ളതാണ്, ഫെയിലിയർ അല്ല. അതെ, വെരി നൈസ്. അവസാന ചോദ്യം, റിലീജിയസ് ആണോ? റിലീജിയസ് ആണ് ടു ആൻ എക്സ്റ്റെന്റ്. കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് ഫുൾ പള്ളിയിലാണ്. അതെ, ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. അപ്പം വീടിന് നേരെ മുമ്പിൽ പള്ളിയാണ്. നമ്മൾ കാലത്ത് എഴുന്നേക്കുന്നത് പള്ളിയിൽ കുർബാന കേട്ടുമാണ് എല്ലാം എഴുന്നേക്കുന്നത്. എല്ലാ ദിവസവും അൾത്താര പാലനായിട്ട് പള്ളി കുർബാന അതിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ വളരെ മനസ്സിൻ്റെ ഉള്ളിൽ റൂട്ടഡ് ആയിട്ട് റിലീജിയസ് ആണ്. പക്ഷെ ഇപ്പം അങ്ങനെ പള്ളികളിൽ ഒരുപാട് പോകാനോ കുർബാന അങ്ങനെയൊന്നും അങ്ങനെ പോവാറില്ല. പക്ഷെ പള്ളി പോയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നടക്കും, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഭംഗിയുള്ള കുറേ പള്ളികൾ കാണും, ഇല്ലേ? എത്ര ഭംഗിയുള്ള പള്ളികളാണ് നമ്മുടെ നാട്ടിലെ, എനിക്ക് എന്ത് ഭംഗിയാണ്. അപ്പോൾ താങ്കൾ ഇനി റോട്ടിൽ കൂടെ പോകുമ്പോൾ ഏത് ദേവാലയം അങ്ങനെ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? പള്ളി കാണുമ്പോൾ നമ്മളൊന്ന് ഇതാക്കും, അത് ചെയ്യും. ഇടയ്ക്ക് ആലുവ പള്ളിയിൽ ഞാൻ പോയി ഇരിക്കും വൈകുന്നേരങ്ങളിൽ, എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. കാരണം അവിടെ ആയിരുന്നല്ലോ ചൈൽഡ്ഹുഡ്. ഭയങ്കര അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു കണക്റ്റാണത്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. തിരിച്ചവിടെ ചെല്ലുമ്പോൾ യു ഫീൽ ഗുഡ് അല്ലേ? അതെ, ഏത് സ്ഥലത്തെങ്കിലും. അതെ. അപ്പൊ ഇനി ഫാമിലി കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചതിനും ഈ ഇന്റർവ്യൂ നമ്മൾ കുറെ കാലമായി വിചാരിച്ചൊരു സാധനമാണ്. താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് താങ്കൾക്ക് സക്സസ് ഈ സിനിമയിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ച് ഈ നല്ലൊരു സംഭാഷണം. താങ്ക് യു. നമ്മൾ ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ എപ്പോഴും ഇന്റർവ്യൂ ഭയങ്കര പോസിറ്റീവ് ആൻഡ് ഹാപ്പിയാണ്. കറക്റ്റ്. അപ്പോൾ ഞാനും അങ്ങനെ ഹാപ്പി ആയിട്ടുള്ളവരുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ കരുതി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.